എപ്പോഴത്തെയും പോലെ പതിവില്ലാതെ റോഷിന് വല്ലാത്തൊരു ഇളക്കം തോന്നിയപ്പോൾ ചേട്ടായി വെറുതെ ഒന്ന് ചോദിച്ചതാ എന്നാ ഇന്ന് ഇളക്കം. അപ്പോൾ പറഞ്ഞ ഒന്നുമില്ലാന്ന്. എല്ലാ കാര്യങ്ങളും പയ്യെ പയ്യെ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉമ്മ കൊടുത്തേ, ഉമ്മ ഉമ്മ കൊടുത്തേ, ഉമ്മ കൊടുത്തേ, പറഞ്ഞേ, ഉമ്മ കൊടുത്തേ. ഞായറാഴ്ച ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അന്ന് ഞാൻ പൂരിയും ജസ്റ്റ് ഒരു മുട്ട റോസ്റ്റും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി മാവൊക്കെ കുഴച്ചു. പിന്നെ അതിനുശേഷം അവനെ എടുത്തുകൊണ്ട് കുറച്ച് ഡാൻസൊക്കെ ചെയ്തു. സത്യം പറഞ്ഞാൽ എന്തൊരു വെയിലല്ലേ ഇപ്പോൾ, ഭയങ്കര ചൂടും വെയിലൊക്കെ ഇല്ലേ. അതിനുശേഷം ചേട്ടായി കുറച്ച് ഷർട്ടും കുറച്ച് സാധനങ്ങളൊക്കെ അലക്കി. മുറ്റത്ത് നോക്കിയപ്പോൾ നല്ല വെയിലാട്ടോ, നല്ല പൊള്ളുന്ന വെയിലാണ്. ചൂടും നല്ല ചൂട്. അതുകൊണ്ട് നിങ്ങളൊക്കെ വെള്ളം ധാരാളം തന്നെ കുടിക്കുകയൊക്കെ ചെയ്യണം. ഫുഡ് കഴിക്കുന്നതിനും കൂടുതലായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. അതിനുശേഷം ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സവാള കാര്യങ്ങളെല്ലാം അരിഞ്ഞ് വെക്കുവാണ്. മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഉരുളകളാക്കിയിട്ട് തന്നെ ഉരുട്ടി എടുത്തു. ഒരു 10 എണ്ണം കിട്ടിക്കാണും ഏകദേശം. നമുക്ക് 2 പേർക്കുള്ളത് മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 10 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പരത്തി അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുവാണ്. സത്യം പറഞ്ഞാൽ പൂരിക്കുള്ള മാവ് പരത്തുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് ടൈറ്റാക്കി പരത്തുവാണെങ്കിലാണ് കുറച്ചുകൂടി നല്ലപോലെ വീർത്ത് കിട്ടുക പൂരി. എൻ്റെ പൂരി എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് നല്ലപോലെ ബോൾ പോലെ വീർക്കാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എല്ലാം ഞാൻ പരത്തി വെച്ചു. കണ്ടോ എന്ത് രസമല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയി ഇങ്ങനെ വീർത്ത് കിട്ടുന്നു. ഇപ്പൊ പറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്ത് ഒരു കിളിക്കൂട് ഉണ്ടായിരുന്നേ. കിളിക്കൂടിൽ ഒരു പക്ഷിയും കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. ഒരു പക്ഷിയാണോ മുട്ടയാണോ ഉണ്ടെന്ന് പറഞ്ഞേ. ഒരു പക്ഷി ഉണ്ടായിരുന്നു. ശേഷം ബാക്കി പണിയിലോട്ടൊക്കെ ഞാൻ കടന്നു. അതിന് ശേഷം ഈ ഒരു മസാലക്കൂട്ടിന് വേണ്ടിയുള്ള ഇതൊക്കെ അരച്ചെടുത്ത് ചേർത്ത് ഞാൻ മുട്ട റോസ്റ്റും പൂരിയും കൂടെ ഉണ്ടാക്കി. ഇപ്പം ഇന്നലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാട്ടോ. അവൻ ചേട്ടായിക്കും കൊടുത്തു, ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. അത്യാവശ്യം തരക്കേടൊന്നുമില്ല. ആ ബോൾ പോലെ വീർത്തിരിക്കുന്ന കാണാൻ എന്ത് രസമല്ലേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.